UDF-ഉം LDF-ഉം പ്രകടന പത്രികയിലൂടെ നിരവധി വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ഓരോ മണ്ഡലത്തിലെയും വോട്ടുറപ്പിക്കുവാനുള്ള വലിയ തിരക്കിൽ ആണ് വിവിധ സ്ഥാനാർത്ഥികൾ എന്നതാണ്. അങ്ങനെ കേരളത്തിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലത്തിലേക്ക് നമ്മൾ വിശദമായി കടക്കുകയാണ്. അത് പുതുപ്പള്ളിയിലേക്കാണ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇത്തവണ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വരുന്ന ഫണ്ടിന്റെ കണക്ക് ചോദിച്ച് കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. എന്നാൽ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കട്ടെ എന്നതാണ് ചാണ്ടി ഉമ്മന്റെ മറുപടി. താൻ എത്ര വീടുകളാണ് വെച്ചുകൊടുത്തത് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. പത്രത്തിൽ പരസ്യം നൽകിയതിനെക്കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളിലും വസ്തുതയില്ല എന്ന് ചാണ്ടി ഉമ്മൻ ന്യൂസ് 18നോട് പറഞ്ഞു. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ഉൾപ്പെടെ ചർച്ചയാക്കിയാണ് ഇടത് സ്ഥാനാർത്ഥി പര്യടനം തുടരുന്നത്. ചാണ്ടി ഉമ്മനെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യവും പുതുപ്പള്ളിയിൽ നിന്ന് വിജയിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉറപ്പാണ്. അദ്ദേഹത്തിന് ഫ്ലക്സോ നോട്ടീസോ ഒന്നുമില്ലാത്ത നിങ്ങൾക്കെല്ലാം കഴിഞ്ഞ 53 വർഷക്കാലം ഉമ്മൻചാണ്ടി സാർ നമ്മളോട് എങ്ങനെ ഇടപെട്ടുവോ. പതിറ്റാണ്ടുകൾ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായിരുന്ന പുതുപ്പള്ളി 2.5 വർഷം മുമ്പ് ചാണ്ടി ഉമ്മനിലൂടെ മണ്ഡലം നിലനിർത്തിയ കോൺഗ്രസ് ഇത്തവണ KM രാധാകൃഷ്ണനെ CPM ഇറക്കുമ്പോൾ രവീന്ദ്രനാഥ് വാകത്താനം BJPക്കായി കളത്തിലുണ്ട്. പുതുപ്പള്ളിയിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളുടെയും ഹൃദയത്തില് അവരുടെ ഹൃദയമെടുപ്പായി ഇന്നും ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള നാമം നിലനിൽക്കുകയാണ്. അത്രമാത്രം ജനസ്വാധീനമുള്ളായിരുന്ന ഒരു ജനകീയ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിയിൽ വീണ്ടും ഒരു അംഗത്തിന് ചാണ്ടി ഉമ്മൻ ഇറങ്ങിയിരിക്കുകയാണ്. ചാണ്ടി ഉമ്മന്റെ വാഹന പ്രചരണം ഇപ്പോൾ പുതുപ്പള്ളി പഞ്ചായത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ചാണ്ടിയോട് സംസാരിക്കാം. ചാണ്ടി, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. പുതുപ്പള്ളിയിൽ ഗ്രാസ് റൂട്ടിലുള്ള വർക്ക് നടക്കുന്നു. അതുപോലെ വാഹന പ്രചരണ ജാഥ നടക്കുന്നു. കുടുംബ സംഗമങ്ങളിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെ പൊതുയോഗങ്ങളിലേക്ക് കടക്കുന്നു. അങ്ങനെ ഫുൾ 3 റൗണ്ടാണ് ഇവിടെ വീടുകൾ കയറുന്നത് നമ്മുടെ പ്രവർത്തകർ. വീടിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ LDF സ്ഥാനാർത്ഥി അതിനെതിരെ ഗുരുതര ആരോപണം പറയുകയാണ്. താങ്കൾ ആ പട്ടിക പുറത്തു കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കൾക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹം തന്നെ തെളിയിക്കട്ടെ. ആരോപണം പറഞ്ഞാൽ മാത്രം പോരാ, അത് തെളിയിക്കാൻ. ഇപ്പൊ സോളാർ കാലത്ത് എന്തൊക്കെ പറഞ്ഞു, തെളിയിക്കാൻ പറ്റുമോ? ഞാന് ആരോപണങ്ങളെ അദ്ദേഹം തെളിയിക്കാൻ ഞാൻ പറയുന്നു. ഇത്രയും വീട് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതല്ല എന്ന് അദ്ദേഹം തെളിയിക്കട്ടെ. ഈ താങ്കൾ വിദേശത്തുൾപ്പെടെ നടന്നുകൊണ്ട് അത് പിതാവിന്റെ പേരിൽ പണം പിരിക്കുകയാണ്, ഫൗണ്ടേഷന്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ല, അതൊക്കെ അദ്ദേഹം പറയട്ടെ. കണക്ക് പുറത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു മറുപടിയില്ല. അദ്ദേഹം തെളിയിക്കണം. ഞാൻ 2 വീട് മാത്രമാണോ? ഇവിടെ ചില സ്ഥലങ്ങളിൽ മാത്രം ഞാൻ 2 വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ വന്ന് അന്വേഷിക്കട്ടെ. 6 വീടുകൾ ഈ പഞ്ചായത്തിൽ ഞാൻ പണിച്ചിട്ടുണ്ട്. അപ്പം ഒരു പഞ്ചായത്തിൽ 6 വീട് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ 2 വീട് മാത്രം പണിയുക? അപ്പം ഈ ഇലക്ഷനോടനുബന്ധിച്ച് പല ബാലിശമായ ആരോപണങ്ങൾ അദ്ദേഹം പറയുന്നത്. ഈ പിതാവിന്റെ പേര് പറയുന്നതിനെയൊക്കെ അദ്ദേഹം അങ്ങനെ ആരോപിക്കുന്നതിനെ എങ്ങനെയാ കാണുന്നത്? അത് സ്മരണ വിൽക്കുന്ന പരിപാടി നിർത്തണമെന്നൊക്കെ പറയുകയാണ്. തുറന്നടിക്കുകയാണ് ഈ ഒരു സമയം, തെരഞ്ഞെടുപ്പ് സമയം. അത്രയല്ലേ പറഞ്ഞുള്ളൂ. എന്റെ പിതാവ് ചെകുത്താനാന്ന് പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ ഇലക്ഷൻ എന്റെ പിതാവ് നരകത്തിൽ പോലും വിശുദ്ധനാവത്തില്ല എന്ന് പറഞ്ഞ ടീമാ. അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ വിറ്റെന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ സഹിച്ചു. ഈ ഒരു ഇത്തരം ആരോപണങ്ങളെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ചാണ്ടി? റിസൾട്ട് വരുമ്പോ കാണാം. ഇത്തവണ ഈ SIR-ന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യമൊക്കെ സംശയങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ എന്താണ് ഇപ്പോ കുറച്ചുകൂടെ മുന്നോട്ട് പോയല്ലോ പ്രചരണം? അതിനകത്ത് ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ഉറച്ചിരിക്കുകയാണ്. ഒത്തിരി പേരെ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് വോട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പോസ്റ്റർ ഒട്ടിക്കുന്നില്ല, പക്ഷെ പത്രത്തിലെ ലക്ഷങ്ങളുടെ പരസ്യം കൊടുത്തു. അതാണ് മറ്റൊരാരോപണം. ഇപ്പം അദ്ദേഹം തെളിയിക്കട്ടെ. അദ്ദേഹം പറയുന്നത് 34 ലക്ഷം രൂപയുടെ പരസ്യം ഞാൻ കേട്ടത്. സ്വാഭാവികമായിട്ടും ഒരു പത്രക്കാരനോട് നിങ്ങൾ വിളിച്ചു പോയി, നിങ്ങൾ മാധ്യമത്തിന്റെ ആളല്ലേ, ഒരു അസംബ്ലിയിൽ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര രൂപയാവും? ഏതായാലും സർക്കാരിന്റെ കാശല്ല, സ്പോൺസറുടെ കാശാണ്. 250 കോടിയിലേറെ രൂപ ചെലവഴിച്ച സർക്കാരിന്റെ പ്രതിനിധിയാണ് ഈ പറയുന്നത്. അതും മറക്കരുത്. ഈ കിഫ്ബിക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് പോലും താങ്കൾ സമർപ്പിച്ചില്ല. കിഫ്ബി പ്രോജക്റ്റ് എന്ന് പറയുന്നുണ്ട്, അതിലെന്താണ്? ഇദ്ദേഹം പറയുന്ന എല്ലാ ആരോപണത്തിനും മറുപടി ഇല്ല. അദ്ദേഹം തന്നെ തെളിയിക്കട്ടെ. എന്തൊക്കെ ഞാൻ ശ്രമിച്ചില്ല, അദ്ദേഹം തെളിയിക്കട്ടെ. അദ്ദേഹത്തിന് മറുപടി പറയുന്നത് മാത്രമല്ല എന്റെ ജോലി.
ഈ എങ്ങനെയുണ്ട് ഒരു അവസാന ഇനി കുറച്ച് ദിവസമുള്ള കേരളത്തിലെ ഒരു സാഹചര്യം എന്തായിരിക്കും? കേരളത്തിന്റെ UDF മുഖ്യമന്ത്രി മെയ് 5 സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രിമാർ സംബന്ധിച്ചുള്ള പല ചർച്ചകളൊക്കെ ഇടയ്ക്ക് നടക്കുന്ന പ്രശ്നമുണ്ടോ? മെയ് 5 UDF മുഖ്യമന്ത്രി, കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ. എന്തായാലും ചാണ്ടി വലിയ ആത്മവിശ്വാസത്തിലാണ്. കേരളത്തിൽ UDFന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് മാത്രമല്ല, മറ്റ് ആരോപണങ്ങളോട് അദ്ദേഹം അതിശക്തമായ രീതിയിൽ CPM സ്ഥാനാർത്ഥി തന്നെ അത് തെളിയിക്കട്ടെ എന്നും അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഇനിയും CPM പ്രതിനിധിക്ക് എന്താണ്, ഇടത് സ്ഥാനാർത്ഥിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.